ചിയാൻ പെട്ടെന്ന് തന്നോട് കാണിച്ച ഈ സ്നേഹമൊക്കെ വെറും കള്ളത്തരമാണ് എന്ന് ഷീക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവനിപ്പോൾ അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് നിന്ന് അവൻ അവളുടെ കയ്യിൽ കെട്ടഴിക്കുന്നു. അപ്പോൾ തന്നെ അവൾ അവൻ്റെ മുഖത്തിട്ടൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഷാങ്ങിങ്ങിനെ എവിടേക്കാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുന്നു. അവൾ തല്ലിയിട്ട് പോലും ഷീ അതത്ര കാര്യമാക്കുന്നില്ല. ഷാങ്ങിങ്ങിൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട, അവൾ മാർക്കിസിൻ്റെ മകളാണ് എന്നാണ് എൻ്റെ അനിയൻ മണ്ടൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ജീവന് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് അവൻ പറയുന്നു. മാർക്കിസിൻ്റെ മകള് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷിയാന് കാര്യം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാർക്കിസിന് ഷാങ്ങിങ്ങുമായിട്ട് എന്താണ് ബന്ധമെന്ന് അവൾ ചോദിക്കുന്നു. ഷാങ്ങിൻ്റെ ഹസ്ബൻഡാണ് മാർക്കിസ് ഓഫ് വുഹാൻ എന്നുള്ള കാര്യം ഷീ പറഞ്ഞ് അങ്ങനെ അവൾ അറിയുന്നുണ്ട്. യാൻഷിങ്ങുമായിട്ട് യുദ്ധത്തിന് സിയാൻഷിങ് തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് അവൻ ഷിയെ കാണാൻ എത്തുന്നുണ്ട്. മാർക്കിസിനെ കൊന്ന് ചരിത്രം രചിച്ചിട്ട് ഞാൻ തിരികെ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുയാൻഷിങ് അവൻ്റെ മുന്നിലേക്ക് വരുന്നത്. മാർക്കിസ് ഇപ്പോൾ തന്നെ അവരുടെ ഒരു ചെറിയ ബറ്റാലിയനെ നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ വെറും 1000 സൈനികരെയും കൊണ്ട് അവനിങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് വരുന്നത് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും തോക്കാൻ വേണ്ടിയിട്ട് അവനൊരു യുദ്ധത്തിന് പുറപ്പെട്ട് വരുമോ എന്നൊക്കെ ഷീ ഈ സമയം സുയാൻഷിങ്ങിനോട് സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ സുയാൻഷിങ് നല്ല കോൺഫിഡൻസിലാണ്. എൻ്റെ കൂടെ 20,000 സൈനികരുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, പിന്നെ മാർക്കിസിൻ്റെ മകളും ഉണ്ട്, അവളെ വെച്ച് വിലപേശി ഞാൻ എന്തായാലും അവനെ പരാജയപ്പെടുത്തും എന്നൊക്കെ അവൻ വളരെ കോൺഫിഡൻസോടെ പറയുന്നു. ഷാങ്ങിങ്ങിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് വെറുതെ നീ നിൻ്റെ ആസ്മയൊന്ന് ട്രിഗർ ചെയ്തേക്കരുത്, നിൻ്റെ അച്ഛൻ നിന്നെ രക്ഷിക്കാൻ വരുന്നുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് യാൻഷിങ്ങിൻ്റെ മകളല്ല എന്ന് ഷീക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അവൻ ആ കാര്യം അനിയനോട് പറയുന്നില്ല. മാത്രമല്ല അവൻ മാർക്കിസിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുതിയ ചരിത്രം എഴുതും എന്നൊക്കെ പറഞ്ഞ് അവനെ കുറെ പുകഴ്ത്തുന്നുമുണ്ട്. ഷാങ്ങിയൊക്കെ അടുത്ത ദിവസം ക്യാമ്പിൽ വെച്ച് ഫുഡ് കഴിക്കാനിരുന്ന സമയത്താണ് അവർ ഇരിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരാൾ ചിക്കൻ കാൽ കഴിക്കുന്നത് കാണുന്നത്. ബാക്കി എല്ലാവരും കഴിക്കുന്ന ഉണക്ക ബണ്ണാണ്. ഇയാൾക്ക് മാത്രം എങ്ങനെ ചിക്കൻ കാൽ കിട്ടിയെന്ന് മാൻഹ ചോദിക്കുന്നു. മാൻഹ ഇതിനെപ്പറ്റി മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കാൽ കഴിക്കുന്നയാൾ വണ്ടിയൊന്നും ഉപയോഗിക്കാതെ തനിയെ പാറക്കല്ലുകൾ കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് നല്ല വെയിറ്റാണ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ചിക്കൻ കാൽ നൽകുന്നത്. ഇങ്ങനെ കൂടുതലായിട്ട് പണിയെടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ ഓഫറൊക്കെ കിട്ടുമെന്ന് അവൻ എല്ലാവരോടും പറയുന്നു. ഷാങ്യു ഇത് കേട്ടുകൊണ്ട് അവളുടെ അടുത്തിരിപ്പുണ്ടായിരുന്ന തവോയോട് അദ്ദേഹത്തിന് ചിക്കൻ കാൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഇതിനിടയിലും ഷാങ്യുവിനെ പഠിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതിനിടയിൽ നീ ഫുഡിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച് അദ്ദേഹം അവളെ വഴക്ക് പറയുന്നുണ്ട്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഷാങ്യു അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് എന്താണെന്ന് തിരിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നു. അതിനകത്ത് കുറേ പൊട്ടത്തരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന മറ്റേ ഗുണ്ടകളിൽ ഒരാൾ അയാളുടെ കയ്യിലിരുന്ന ബണ്ണ് ഇവരുടെ മുന്നിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചിക്കൻ കാൽ ഈസി ആയിട്ട് കിട്ടുമെന്നാണോ വിചാരിക്കുന്നത്? അതിന് നല്ല ആരോഗ്യം വേണം. ആ തടിയൻ്റെ നല്ലൊരു സ്ട്രെങ്ത് നിനക്കുണ്ടെങ്കിൽ എൻ്റെ തല ഞാൻ നിനക്ക് ഫുട്ബോൾ കളിക്കാൻ തരാം എന്ന് പറഞ്ഞ് അവളെ വെല്ലുവിളിക്കുന്നു. പാവയ്ക്ക് അവൻ പറഞ്ഞാൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൻ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കുന്ന തുടങ്ങുന്നു. അവൻ്റെ കൂടെ ബാക്കി 3 പേരും എഴുന്നേറ്റ് തർക്കമാകുന്നു. ഈ ബഹളം കേട്ടുകൊണ്ട് പെയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇവരെല്ലാം വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഷാങ്യു എഴുന്നേറ്റ് പെയ്യുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന 2 ബാസ്ക്കറ്റ് കല്ല് അവൾ തനിച്ച് മലമുകളിൽ എത്തിച്ചു കൊടുത്താൽ മറ്റേ ആൾക്ക് നൽകിയതുപോലെയുള്ള കോഴിക്കാൽ തൻ്റെ ഫ്രണ്ട്സിനോട് നൽകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത ചലഞ്ചൊന്നും ഏറ്റെടുക്കണ്ട, നിന്നെ കൊണ്ട് ആ കുട്ടയെ നനക്കാൻ പോലും പറ്റില്ല, അതുകൊണ്ട് ആരോഗ്യം നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പെയ് അവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പക്ഷേ ഷാങ്യു അത് വകവയ്ക്കുന്നില്ല. താൻ പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് അതിന് സാധിക്കുകയാണെങ്കിൽ കോഴിക്കാൽ മാത്രമല്ല അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഫുൾ കോഴിയെ വീതം നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഷാങ്യു ചിരിച്ചുകൊണ്ട് പോയി ആ 2 കുട്ടയും 2 കൈകളിലായി പൊക്കിയെടുത്ത് അതുമായിട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. എല്ലാവരും ഇതുകൊണ്ട് ആകെ അമ്പരക്കുന്നുണ്ട്. അവൾ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവൾക്ക് ജയ് വിളിക്കാനും തുടങ്ങുന്നു. നേരത്തെ ഇവളെ എതിർക്കാൻ പോയ ഗുണ്ടകൾ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഭാഗ്യത്തിനാണ് അന്ന് അവളെ ഇരിക്കാൻ പോകാതിരുന്നത്, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ശവം ഇവിടുന്ന് കൊണ്ടുപോണ്ടി വന്നേനെന്ന് അവർ തമ്മിൽ പറയുന്നു. അവളുടെ ഈ സൂപ്പർ സ്ട്രെങ്ത് ജനറൽ പെയ്യെ പോലും ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അവൾ ശരിക്കും ഒരു ഹീറോയിൻ ആണ് എന്ന് അദ്ദേഹം പോലും പറഞ്ഞു പോകുന്നു. എന്തായാലും ഷാങ്യു ഇങ്ങനെ ചെയ്തത് കാരണം അന്ന് അവളുടെ ഫ്രണ്ട്സിനെല്ലാം ഓരോ ഫുൾ കോഴിയെ കിട്ടുന്നുണ്ട്. കതിരുപോലിരിക്കുന്ന അവൾക്ക് ഇത്ര ആരോഗ്യം എവിടെ നിന്നാണെന്ന് താവോ അത്ഭുതത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. സ്ട്രെങ്ത് കൺട്രോൾ ചെയ്ത് വെയിറ്റ് ഇങ്ങനെ പൊക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റിയതെന്ന് അവൾ അദ്ദേഹത്തോട് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ചുറ്റും നിരീക്ഷിക്കാൻ പോയിട്ട് എന്തായി എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇതങ്ങനെ മനസ്സിലായെന്ന് അവൾ അമ്പരക്കുന്നു. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ സമയത്ത് നിൻ്റെ കാലിൽ മുഴുവൻ മഞ്ഞ നിറത്തിലുള്ള ചെളിയായിരുന്നു. പക്ഷെ നീ തിരികെ വന്നപ്പോൾ അത് കറുത്ത നിറത്തിലുള്ള പൊടിയായി മാറി. അതിൻ്റെ അർത്ഥം നീ ഇവിടെ കുറച്ച് തിരച്ചിൽ നടത്തിയെന്നാണ്. ഈ പരിസരമൊക്കെ ചുറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണോ നീ അങ്ങനെ പോയതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പേടിക്കണ്ട, ഞാനെന്തായാലും നിങ്ങളെയൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് രക്ഷപ്പെട്ട് പോവില്ല. നമ്മൾ ഈ പൊട്ടിച്ചെടുക്കുന്ന കല്ലുകൾ റോഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാനായി പോയതാണ്.
പിന്നെ ഞാനിങ്ങോട്ടേക്ക് വന്ന സമയത്ത് അരുവിയിൽ വെള്ളം കുറവുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മലമുകളിൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പകുതി വഴിക്ക് വെച്ച് സൈനികർ എന്നെ തടഞ്ഞു നിർത്തി. പിന്നെ എനിക്ക് കാട്ടിലൂടെ ഒളിച്ചു പോവേണ്ടി വന്നു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു ഡാം ഉണ്ടാക്കുന്നത് കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ അവൾ പറയുന്നു. ഈ ഡാമിൻ്റെ പണി എന്ന് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്നൊക്കെ അവൾ പറയുന്നു. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? നാളെ വൈകിട്ട് നീ ഒന്നുകൂടി ഇതേപോലെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. ബാവറെ ചെയ്യാൻ പറഞ്ഞ അനുസരിച്ച് നാനി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അന്ന് രാത്രി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ തൽക്കാലം അവനെ സേഫായി എവിടെയെങ്കിലും എത്തിക്കാം. അത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കാം എന്നൊക്കെ നാനി വഴിയിൽ വെച്ച് അവനോട് പറയുന്നുണ്ട്. ഇടയ്ക്ക് വഴിയിൽ വെച്ച് സാഹോ ഇവരെ മീറ്റ് ചെയ്യുന്നു. ഈ നാനി സാഹോയുടെ അമ്മയാണ്. ഇവർ രണ്ടുപേരും കൂടി അറിഞ്ഞാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. പക്ഷേ ഷീക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഇവർ തൽക്കാലം ആദ്യം രക്ഷപ്പെട്ടു പോകാൻ സാഹോ അവരോട് പറയുന്നു. ഷീയെ കൺവിൻസ് ചെയ്ത് പതുക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് താനും കൂടി രക്ഷപ്പെട്ട് അവർക്കൊപ്പം എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൻ അവരെ യാത്ര അയക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ ഷീയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെയാണ് ബാവർ രക്ഷപ്പെട്ട വിവരം ഷീ അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ ഷിയാൻ്റെ അടുത്തേക്ക് എന്ന് എങ്ങോട്ടാണ് അവൾ അവനെ രക്ഷപ്പെടുത്തി അയച്ചതെന്ന് ചോദിക്കുന്നു. പക്ഷേ ഷിയാൻ അതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. എന്നു മുതലാണ് നീ നാനിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? ഇവിടെ വന്നപ്പോൾ മുതൽ നീ എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വാ തുറന്നാൽ കള്ളമല്ലാതെ നീ എന്നോട് എന്തെങ്കിലും പറയാറുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഷിയാൻ പക്ഷേ ഇതൊന്നും കേട്ടിട്ട് പേടിക്കുന്നൊന്നുമില്ല. നീ ഇങ്ങനെ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നിന്റെ ഭാവം കണ്ടാൽ ഈ ലോകം മുഴുവൻ നിന്നോട് എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ. എൻ്റെ അടുത്ത് ഈ വേലയൊന്നും ഇറക്കണ്ട. നിനക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ അവൾ പറയുന്നു. ഞാൻ നിന്നെ കൊല്ലില്ല, പക്ഷേ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളെ അവിടെയുള്ള വെറുകെപ്പുരയ്ക്കുള്ളിൽ തടവിലാക്കാനും അവൻ ഓർഡർ നൽകുന്നു. പിന്നെ അവൻ സാഹോയെ വിളിപ്പിച്ച് അയാളെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. അയാളുടെ അമ്മയാണല്ലോ ബാവറെ ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അയാൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് അവൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അവനിങ്ങനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അമ്മ അങ്ങനെ ബാവറെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതല്ല, അവർ രണ്ടുപേരെയും ശത്രുക്കൾ തട്ടിക്കൊണ്ട് പോയതായിരിക്കണം. അതിനെപ്പറ്റി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് സാഹോ ഇതിനെ എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നും വിശ്വാസമില്ലാത്ത രീതിയിൽ അയാളുടെ കഴുത്ത് ഞെരിച്ച് അയാളെ കൊല്ലാൻ തുടങ്ങുന്നു. അയാൾ മരിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കും. അങ്ങനെ അവസാന നിമിഷമായപ്പോൾ ഷീ അയാളുടെ പിടിവിടുന്നുണ്ട്. എൻ്റെ അമ്മയും ബാവറും അധികം ദൂരം പോയി കാണില്ല. എത്രയും പെട്ടെന്ന് അവിടെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരാം. അതാകുമ്പോൾ അവരോട് നേരിട്ട് തന്നെ ചോദിച്ച് സത്യം മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ കൂടി സാവോ പറയുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഷീ അവനെ വിശ്വസിക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് പോയി അവരെ കണ്ടുപിടിച്ചുകൊണ്ട് വരാനായി അയാളെ അയക്കുകയും ചെയ്യുന്നുണ്ട്. അയാളെ ഇങ്ങനെ സ്വതന്ത്രമാക്കി വിടുന്നത് ശരിയാണോ എന്ന് അവൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്ന മറ്റൊരു കാവൽക്കാരൻ ചോദിക്കുന്നു. ഇത് അവരെ ട്രാപ്പിലാക്കാനുള്ള ഒരു കുരുക്ക് മാത്രമാണ്. എന്തായാലും ഇവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് എത്താതിരിക്കില്ല. ആ സമയത്ത് അവരെ നമുക്ക് പിടികൂടാമെന്ന് ഷീ പറയുന്നു. അതാണ് അവൻ്റെ പ്ലാൻ. ഷിയാനെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് 2 ദിവസമായിരിക്കുന്നു. അവളുടെ അടുത്തേക്ക് ആരും പോകരുത്, ഫുഡൊന്നും കൊടുക്കരുത് എന്നാണ് ഷിയുടെ ഓർഡർ. പക്ഷേ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു ജോലിക്കാരി കുറച്ച് ഫുഡുമായിട്ട് അവിടേക്ക് ചെല്ലുന്നു. ആരും കാണാതെ താനത് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് അവളത് ഷിയാൻ്റെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ഈ ഒരു നാടകം അഭിനയിക്കുന്നതിന് വേണ്ടി ഷീ തന്നെയാണോ അവളെ എങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതെന്ന് ഷിയാൻ സംശയത്തോടെ ചോദിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല, ശരിക്കും ആരും കാണാതെ ഇത് കട്ടെടുത്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കാൻ ആ സെർവൻറ്റ് പറയുന്നു. ഷിയാണ് കൊടുത്തയക്കുന്നതെങ്കിൽ എന്തായാലും ഇത്ര ലഘുവായിട്ടുള്ള ഫുഡ് കൊടുത്തയക്കില്ല എന്ന് ഷിയാന് തോന്നുന്നതിനാൽ അവൾ ആ ജോലിക്കാരിയെ വിശ്വസിച്ച് അതെടുത്ത് കഴിക്കുന്നുണ്ട്. ഷീ മുമ്പും പലരോടും ഇതേപോലെയുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട്. മുമ്പ് ഈ ജോലിക്കാരുടെ മാസ്റ്ററായിരുന്ന ലേഡിയെയും ഇതേപോലെ ഈ മുറിക്കുള്ളിൽ തടവിലാക്കുകയും അവർ ഇതിനുള്ളിൽ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയൊന്നും വീണ്ടും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവളിപ്പോൾ ഇങ്ങനെ ഇവളെ സഹായിക്കുന്നത്. ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തിയാൽ മാത്രമല്ലേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഷിയാൻ കിട്ടിയ ഫുഡ് കഴിക്കുന്നു. ജോലിക്കാരി പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ടവോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഷാങ്യോ ആരുടെയും കണ്ണിൽ പെടാതെ വീണ്ടും പുറത്തുപോയി ആ ഡാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളൊരു പേപ്പറിൽ അതെങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് വരച്ച് കാണിച്ചു കൊടുക്കുന്നു. ആ ഡാമിൽ പല ഭാഗങ്ങളിലായിട്ട് ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നതും ഷാങ്യോ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മണ്ടന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെന്തിനാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഹോൾസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ടവോ തലമുറഞ്ഞ് ആലോചിക്കുന്നു. കുറച്ചു നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ മനസ്സിലാവുന്നുണ്ട്. എന്തൊരു വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് പുറത്ത് കാവൽക്കാരുള്ളതിനാൽ തങ്ങളിങ്ങനെ നടക്കുന്നത് കണ്ടാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഷാങ്യവും അവിടെ കാവൽ നിൽപ്പുണ്ടായിരുന്ന മാൻഡിയും കൂടി വേഗം അകത്ത് തന്നെ ഒളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെയും വകം വയ്ക്കാതെ പുറത്തേക്ക് നിന്നിട്ട് ജനറൽ പെയ്യെ കാണണമെന്ന് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ ജനറൽ പെയ്യുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അദ്ദേഹം നേരെ ചെന്ന് ജനറൽ പെയ്യോട് ആ ഡാമിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഡാം തകർക്കാനുള്ള ഉദ്ദേശത്തോടെ ആണോ എന്ന് അദ്ദേഹം നേരിട്ട് ചോദിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല എന്ന് ജനറൽ പെയ്ക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണ് എന്നും ജനറൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ഐഡന്റിറ്റി പറയാതെ അവർ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ആ ഡാം തകർക്കുന്നത് കൊണ്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളിലല്ല ഹോൾ ഇടേണ്ടത്, മറ്റു ഭാഗങ്ങളിലാണ് എന്ന് പറഞ്ഞ് എവിടെയൊക്കെയാണ് അത് വേണ്ടതെന്ന് അദ്ദേഹം ആ ചിത്രത്തിൽ കാണിച്ചു കൊടുക്കുന്നു.
ഇദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കണ്ടപ്പോൾ ഈ ഡാമിൻ്റെ മെയിൻ എഞ്ചിനീയറെ അവിടേക്ക് വിളിപ്പിക്കാനായിട്ട് ജനറൽ പേ ഓർഡർ നൽകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ശരിക്കും മുമ്പത്തെ ഒരു മന്ത്രിയായിരുന്നു. ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ കൊട്ടാരത്തിലെ ഗ്രാൻഡ് ട്യൂട്ടറുമാണ്. അദ്ദേഹം ഗ്രാൻഡ് ട്യൂട്ടർ തവോ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ജനറൽ പേ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അദ്ദേഹം എങ്ങനെ ഇവിടെ വന്ന് പെട്ടുവെന്ന് ജനറൽ ചോദിക്കുന്നു. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. എന്താണ് അവരുടെ ശരിക്കുള്ള പ്ലാൻ എന്നൊക്കെ തന്നോട് വിശദമായിട്ട് പറയാൻ തവോ ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന് മെയിനായിട്ട് അറിയേണ്ടിയിരുന്നത് ഈ ഡാം തകർന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള ജോലിക്കാർക്കും സൈനികർക്കുമൊക്കെ എന്ത് സംഭവിക്കുമെന്നായിരുന്നു. ഷിയാന് ആ ജോലിക്കാരി രാത്രിയും പകലുമൊക്കെ കൃത്യമായിട്ട് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഷിയാൻ അവളുമായിട്ട് കുറച്ച് സൗഹൃദത്തിലാവുന്നു. ആ വിറകുപുരയിൽ നിന്ന് അവൾക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവളെടുത്ത് മൂർച്ച കൂട്ടി അവളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഇവിടെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ നിൽക്കരുത്, നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടി രക്ഷപ്പെട്ടോണം എന്നൊരു ഉപദേശം അവൾ ആ ജോലിക്കാരിക്ക് നൽകുന്നു. ഷാങ്യു പിന്നെ തവോയെ അടുത്ത ദിവസം കാണുന്നത് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്താണ്. അന്നും അവൾ നന്നായി പണിയെടുത്തിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ടെങ്കിലും അന്ന് അത് അദ്ദേഹം കഴിക്കാതെ മാറ്റി വയ്ക്കുന്നു. ഷാങ്യു തൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത് അടുത്ത മഴയ്ക്ക് മുമ്പ് ആ ഡാമിൻ്റെ പണി തീരണമെന്ന് പറഞ്ഞിട്ട് അവിടെ തിരക്ക് പിടിച്ചത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്ര ധൃതി പിടിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെ പണി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ഈ ഹോൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെ അവൾ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാനെന്തിനാണ് നിൻ്റെ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്നത്? നീ എനിക്ക് ട്യൂഷൻ ഫീസ് ഒന്നും തരുന്നില്ലല്ലോ, എന്നെ മാസ്റ്ററായി അംഗീകരിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ നിനക്ക് മറുപടി നൽകുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഒരാളെ തന്നെ മാസ്റ്ററായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ചായ സെർവ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഷാങ്യു ഇതൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പരാതിയായിട്ട് പറയുന്നത്. അവളിതൊക്കെ ചിരിച്ചു തള്ളിയിട്ട് ആ ചിക്കൻ കാല് അദ്ദേഹത്തിന് വേണ്ട എന്ന് വീണ്ടും ചോദിക്കുന്നു. എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ എന്ന് വെച്ച് അദ്ദേഹം കുറച്ച് ചൂടായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഷാങ്യു അതെടുത്ത് അടുത്ത ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്ന മാന്തിക്ക് മന്തുവിനൊക്കെ നൽകുന്നു. താവോയ്ക്ക് ഇത് കണ്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഇവിടെ വെച്ച് ചായ സെർവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഈ കഞ്ഞി ചായയാണെന്ന് വിചാരിച്ച് അത് സെർവ് ചെയ്യാമല്ലോ, എന്നിട്ട് ഇവിടെ വെച്ച് നിനക്കെന്നെ വണങ്ങുകയും ചെയ്യാമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം തന്നെ സ്റ്റുഡൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഷാങ്യു ചിന്തിച്ചത് ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തിന് സഹായത്തിന് ആരെങ്കിലും വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും തന്നെ പോലെ ഒരാളെ അതിനായിട്ട് ചൂസ് ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അക്കാര്യത്തിൽ അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ലെന്നാണ് പണ്ട് തൊട്ടേ അമ്മ പറയാറ്. അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. എൻ്റെ സ്റ്റുഡൻ്റ് ആവണമെന്ന് പറഞ്ഞ് എത്ര വലിയ ആൾക്കാരാണ് എൻ്റെ കാൽക്കീഴിൽ വന്ന് അപേക്ഷിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയാമോ? എന്തൊക്കെ പ്രതിഫലമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയാമോ? എന്നിട്ടും അവരെയൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിന്നെ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് നിനക്കത് വേണ്ടേ എന്ന് താവോ ചോദിക്കുന്നു. മാൻവു അപ്പുറത്തെ സീറ്റിലിരുന്ന് ഇതൊക്കെ കേൾക്കുകയായിരുന്നല്ലോ. അവൻ ചാടി കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നിട്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ സ്റ്റുഡൻ്റ് ആക്കുമോ എന്ന് താവോയോട് ചോദിക്കുന്നു. പക്ഷേ നിന്നെ സ്റ്റുഡൻ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുന്നുണ്ട്. അങ്ങനെ അവൻ പിണങ്ങി തിരിച്ച് അവൻ്റെ സ്ഥലത്ത് തന്നെ പോയിരിക്കുന്നു. ഈ സമയത്താണ് ഷാങ്യു കൈ വേദനിച്ചിട്ട് കൈ തടവുന്നത്. അവൾക്ക് ഈ കല്ലൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് കൈക്കെന്തോ ചെറിയ പ്രശ്നം പറ്റിയിരിക്കുന്നു. താവോ അത് പിടിച്ച് നോക്കിയിട്ട് അവളുടെ ഒരു ഞരമ്പ് പിടിച്ച് വലിച്ച് നേരെ ഇടുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഒട്ടും വേദന തോന്നുന്നതേയില്ല. അവൾ ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. എനിക്ക് വായിക്കാനൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ഇങ്ങനെ ചിക്കൻ നേടിത്തരാൻ ഞാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ ഫുഡിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അവൾ താവോയോട് പറയുന്നു. അദ്ദേഹം ചെറിയൊരു പൗച്ചെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഷാങ്യു അപ്പോൾ തന്നെ അത് തുറക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ തുറക്കരുത്, ഞാനിവിടെ വിട്ട് പോയ ശേഷം മാത്രമേ അത് തുറന്ന് നോക്കാവുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതെന്തോ സീക്രട്ട് പ്ലാനാണ് എന്നാണ് ഷാങ്യു ഇപ്പോൾ വിചാരിക്കുന്നത്. അദ്ദേഹം അത് തിരുത്താൻ പോകുന്നില്ല. അദ്ദേഹം എന്തൊക്കെയോ സാഹിത്യം പറയുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി ജനറൽ പേയുമായിട്ട് സംസാരിച്ചപ്പോൾ ഡാം തകർന്നു കഴിയുമ്പോൾ അവിടെയുള്ള ജോലിക്കാരും സൈനികരുമെല്ലാം കൊല്ലപ്പെടുമെന്ന് ജനറൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ യുദ്ധം കാരണം ഉണ്ടാവാൻ പോകുന്ന ദുരന്തം അതിൽ കൂടുതലായിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചു പേരുടെ ജീവിതം ഇങ്ങനെ ബലി കൊടുത്തിട്ടാണെങ്കിലും ബാക്കിയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് മാത്രമേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ താവോ അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ നൽകുന്നുണ്ട്. ഞാൻ പറയുന്ന 4 സ്ഥലങ്ങളിൽ നിങ്ങൾ ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പകുതി സൈനികരെയും പകുതി ജോലിക്കാരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ബാക്കിയുള്ള പകുതി പേരെ മാത്രമേ ഇങ്ങനെ ബലി കൊടുക്കേണ്ടി വരികയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാൻ ജനറൽ പേ തയ്യാറാവുന്നുണ്ട്. താവോ ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ച് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. പതിവ് പോലെ അദ്ദേഹം സാഹിത്യമൊന്നും പറയാത്ത എന്താണെന്ന് മാൻവു ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അവനെ വഴക്ക് പറഞ്ഞതല്ലാതെ വേറൊന്നും പറയുന്നില്ല. ഈ സമയത്താണ് അവിടുത്തെ ബെല്ലടിച്ച് ഇവരെല്ലാം അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. യുദ്ധം നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ വളരെ മോശമാണ്. അവിടെ കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് നൽകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ കുറച്ച് പേർ അങ്ങോട്ടേക്ക് പോവേണ്ടി വരും. ഇവിടെ ഒരു നറുക്കെടുപ്പ് നടത്താൻ പോവുകയാണ്. ഇതിൽ ഗോ എന്ന് എഴുതിയിരിക്കുന്ന പേപ്പർ കിട്ടുന്നവരെല്ലാം ഇവിടെ വിട്ട് യുദ്ധസ്ഥലത്തേക്ക് പോകണം. സ്റ്റേ എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാമെന്ന്
കുറച്ച് സൈനികർ ഇവരോട് പറയുന്നു. എല്ലാവരും അവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും യുദ്ധഭൂമിയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അങ്ങോട്ടേക്ക് പോയാൽ ജീവനോടെ തിരികെ വരാൻ പറ്റുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. കണ്ടീഷൻ പറഞ്ഞ ശേഷം സൈനികർ എല്ലാവരെയും അടുത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് അതിൽ നിന്ന് ഓരോ പേപ്പർ എടുപ്പിക്കുന്നുണ്ട്. സ്റ്റേ എന്ന് എഴുതിയ പേപ്പർ കിട്ടിയവരെല്ലാം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ താവോയ്ക്ക് മാത്രം ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ഒന്നുകൂടി കൂടുകയാണ്. ഷാങ്യുവിനും ബാവോയ്ക്കുമൊക്കെ കിട്ടുന്നത് എന്താണെന്ന് അറിയാൻ അദ്ദേഹം ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവർക്ക് എല്ലാവർക്കും കിട്ടിയത് സ്റ്റേ എന്നുള്ള പേപ്പറായിരുന്നു. ഈ ഷാങ്യുവിനും അവളുടെ കൂടെ ഉള്ളവർക്കും ഈ എഴുതിയിരിക്കുന്നത് സ്റ്റേ എന്നാണ് എന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. കാരണം അവർക്കാർക്കും അക്ഷരം അറിയില്ല. ഷാങ്യുവിന് ഗോ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എന്തായാലും ഇത് ഗോ അല്ല, അതുകൊണ്ട് ഇത് സ്റ്റേ ആയിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. പക്ഷേ താവോ മാത്രം ഒന്നുകൂടി ടെൻഷനാവുന്നു. അദ്ദേഹത്തിന് കിട്ടിയ പേപ്പറിൽ ഗോ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഷാങ്യു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പർ വാങ്ങി നോക്കുന്നുണ്ട്. അതിൽ ഗോ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. വിഷമിക്കണ്ട, എന്തായാലും അവർ താങ്കളെ യുദ്ധഭൂമിയിലേക്കൊന്നും അയക്കില്ല, ഇത്ര പ്രായമായില്ലേ എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവളുടെ പേപ്പർ തനിക്ക് എക്സ്ചേഞ്ച് ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ബാവോക്ക് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു. ഷാങ്യു ഇത്ര നാളും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ലേ ചെയ്തത്, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആപത്ത് വരുന്ന സമയത്ത് അദ്ദേഹം അവളെ ആപത്തിലേക്ക് തള്ളിവിടാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചാണ് അവർ ദേഷ്യപ്പെടുന്നത്. ഞാൻ അതിനല്ല ശ്രമിക്കുന്നത്, എനിക്ക് ഇത്രയും പ്രായമായില്ലേ, എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കുറച്ച് ദിവസം കൂടി സമാധാനത്തോടെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഷാങ്യുവിനോട് വീണ്ടും ചോദിക്കുന്നു. അവൾ കുറച്ച് സമയം ആലോചിച്ചിട്ട് അദ്ദേഹത്തെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒന്നാമത് അവൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഷാങ്യുവിനെ കുറിച്ച് ഉള്ള അന്വേഷണം നടത്താനുള്ള ചാൻസ് കിട്ടും. പിന്നെ മാർഷ്യൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന കാര്യത്തിൽ അവൾക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ അവൾ തൻ്റെ ആ പേപ്പർ അദ്ദേഹവുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് എൻ്റെ സഹോദരിയെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്നും അവൾ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുന്നു. ഞാൻ നല്ലൊരു സ്റ്റുഡൻറ്റിനെയാണ് എന്തായാലും സ്വീകരിച്ചതെന്ന് പറഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരിക്കും അദ്ദേഹം തൻ്റെ ജീവനാണ് അവൾക്ക് പകരം നൽകുന്നതെന്ന് അവരറിയുന്നില്ല. അധികം വൈകാതെ ഷാങ്യുവും അതേപോലെ അവളെപ്പോലെ സെലക്ട് ചെയ്യപ്പെട്ടവരുമൊക്കെ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവൻ അവളുടെ ജീവന് പകരം നൽകാൻ മാത്രം പ്രാധാന്യം അവൾക്കുണ്ടോ എന്ന് ജനറൽ പെയ് ഈ സമയം തവോയുടെ അടുത്ത് എന്ന് ചോദിക്കുന്നു. തനിക്ക് ആ ഗോ എന്നുള്ള പേപ്പർ നൽകിയത് ഈ ജനറൽ പെയ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് തവോയ്ക്ക് അറിയാം. അങ്ങനെ ഒരു സഹായം ചെയ്തതിന് അദ്ദേഹം ആദ്യം ജനറലിന് നന്ദി പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും പറയുന്നുണ്ട്. ഒന്നാമത് ഈ ഡാം കൊണ്ട് യുദ്ധം ജയിക്കുക എന്നുള്ള തന്ത്രം കൊണ്ടുവന്നത് യാൻഷെങ് ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. യാൻഷെങ്ങിൻ്റെ മാസ്റ്റർ അദ്ദേഹമാണല്ലോ. അവനിങ്ങനെ നിരപരാധികളായ ഒരുപാട് ആളുകളെ കൊല്ലുന്ന രീതിയിൽ ഒരു പ്ലാൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തനിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ലൊരു സ്റ്റുഡൻറ്റിനെ സ്വീകരിക്കാൻ പറ്റിയെന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. ഷാങ്യുവിൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ഡാം ഇങ്ങനെ തകർന്നു കഴിയുമ്പോൾ ജനറൽ പെയ് ജീവിച്ചാലും മരിച്ചാലും അദ്ദേഹത്തിൻ്റെ പേര് എന്തായാലും ഇതോടെ നശിക്കും. ഒരു ദുഷ്ടനായ ജനറൽ എന്ന പേരിൽ ഇനി ലോകം അദ്ദേഹത്തെ ഓർക്കുകയുള്ളൂ. അതിൽ അദ്ദേഹത്തിന് വിഷമമില്ലേ എന്ന് താവോ ചോദിക്കുന്നു. ഒരു സോൾജിയർ എന്ന നിലയിൽ എൻ്റെ ഡ്യൂട്ടി ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ചെയ്യുന്നതിൻ്റെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നത് ഭാവി തലമുറയാണ് എന്ന് പറഞ്ഞ് ജനറൽ പെയ് ആശ്വസിക്കുന്നു. ഷാങ്യു കുറേ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആരോ തൻ്റെ പേര് പുറകിൽ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നുന്നത്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാവോയും ബാക്കി 3 പേരും അവളുടെ പേരും വിളിച്ചുകൊണ്ട് പുറകെ ഓടിച്ചെല്ലുന്നതാണ് കാണുന്നത്. അവർ വേറെ ആരൊക്കെയുമായിട്ടോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഞങ്ങൾക്ക് ഭ്രാന്താണ് എന്നാണ് ക്യാമ്പിലുള്ളവരൊക്കെ ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ മരിക്കാനായിട്ട് യുദ്ധഭൂമിയിലേക്ക് പോകുമോ? ഇനി മുതൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടാവും, നമ്മളിനി ഒന്നാണ് എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നു. ഷാങ്യുവിന് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഷാങ്യുവും അവളുടെ ആ ടീമംഗങ്ങളും എല്ലാവരും കൂടി അന്ന് രാത്രി ഒരിടത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മാന്തിയും മാവും കൂടി യൂറിൻ പാസ് ചെയ്യാനായി പോയി നിൽക്കുന്നു. അപ്പോഴാണ് അതിന് കുറച്ച് അപ്പുറത്തായി 2 സൈനികർ തമ്മിൽ സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നത്. ക്വാറിയിൽ ബാക്കിയായിട്ടുള്ള സൈനികരും തൊഴിലാളികളും എല്ലാം അവിടെ മരിക്കാൻ പോവുകയാണ്, അവിടെ നിന്ന് പുറത്തു പോയവർ മാത്രമാണ് രക്ഷപ്പെടുന്നത്, അവിടെ നിൽക്കുന്നതിൻ്റെ അർത്ഥം മരണം ഉറപ്പാണ് എന്നൊക്കെ ഇവർ തമ്മിൽ പറയുന്നത് ഇവർ 2 പേരും കേൾക്കുന്നു. 2 പേരും വേഗം ഷാങ്യുവിൻ്റെ അടുത്തെത്തി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴാണ് മാസ്റ്റർ താവോ തന്നെ രക്ഷിക്കുകയായിരുന്നു എന്ന് ഷാങ്യുവിന് മനസ്സിലാവുന്നത്. അവൾ വേഗം അദ്ദേഹം മുമ്പ് അവളെ ഏൽപ്പിച്ച ആ പൗച്ച് എടുത്ത് തുറന്ന് നോക്കുന്നു. അതിലൊരു പേപ്പറിൽ എസ്കേപ്പ് എന്നായിരുന്നു എഴുതിയിരുന്നത്. അവൾക്കത് വായിക്കാൻ അറിയില്ലെങ്കിലോ എന്ന് കരുതി അതേ അർത്ഥം വരുന്ന രീതിയിൽ ഒരു പീച്ച് പഴത്തിൻ്റെ പടവും അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മുരടനായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഇത്ര നല്ലവനായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് ബാവു അപ്പോൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ക്വാറി ക്യാമ്പിൽ ശത്രുക്കളുടെ ആക്രമണം നടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും സൈനികരും ഒട്ടുമിക്കവരും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനൊരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവിടെ ബാക്കിയുണ്ടായിരുന്ന സൈനികർക്കും ഇതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഒരു ശത്രു സൈനികൻ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത് കണ്ട് താവോ തനിക്ക് പറ്റാവുന്നതുപോലെ അയാളെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ കുതിരപ്പുറത്താണ്. അതുകൊണ്ട് എന്തായാലും
ടവോയെ ഇടിച്ചിട്ടിട്ട് പോകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ കുതിര എത്താറായപ്പോഴേക്കും അവിടെ എത്തിയ ഷാങ്യു അദ്ദേഹത്തെ തട്ടി മാറ്റിക്കൊണ്ടൊരു സൈഡിലേക്ക് വീഴുന്നു. അങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കുന്നു. ബാബുവും ബാക്കി 3 പേരും കൂടി ആ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച സൈനികനെ പിടികൂടി ശരിപ്പെടുത്തുന്നു. അദ്ദേഹം മനഃപൂർവ്വം തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് കിട്ടിയ പേപ്പർ എക്സ്ചേഞ്ച് ചെയ്ത് തനിക്ക് നൽകിയതെന്ന് ഷാങ്യു തവോയോട് ചോദിക്കുന്നു. നിനക്ക് നിന്റെ അനിയത്തെ കണ്ടുപിടിക്കണ്ടേ? നിന്റെ നാട്ടിൽ നിന്ന് ഓടിപ്പോയവരെല്ലാം കണ്ടെത്തി തിരികെ അവരെ നാട്ടിലേക്ക് എത്തിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. നീ എന്തിനാണ് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് തിരികെ വന്നതെന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തിരികെ വന്ന് അവളുടെ ജീവൻ വീണ്ടും അപകടത്തിലാക്കിയതിന് അദ്ദേഹം അവളെ കുറ്റപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്നെ സ്നേഹിക്കുന്ന ആരും കൊല്ലപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളെല്ലാവരും ജീവനോടെ തന്നെ ഇരിക്കണമെന്ന് ഷാങ്യു അദ്ദേഹത്തോട് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും കൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ പ്രദേശം മുഴുവൻ ഡെഡ് ബോഡികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കാൻ അദ്ദേഹം പറയുന്നു. എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ഷാങ്യു ചോദിച്ചപ്പോൾ ഡാം തകർക്കാൻ പോകുന്ന പ്ലാനിനെ പറ്റി അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. 2 സൈന്യങ്ങൾ തമ്മിൽ വാക്ഷിയിൽ വെച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ശത്രു സൈന്യത്തെ തോൽപ്പിക്കാൻ ഈ ഡാം തകർക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. പക്ഷേ ആ സമയം അടുക്കാറായപ്പോഴേക്കും ശത്രു സൈന്യം ഈ സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ പ്ലാൻ മനസ്സിലാക്കി. ഇങ്ങനെ ഒരു തിരിച്ചടി ജനറൽ പൈ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ പറ്റിയില്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കേണ്ടി വന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഷാങ്യു ചോദിച്ചപ്പോൾ ജനറൽ പെയ്യെ ആദ്യം രക്ഷിക്കാൻ അദ്ദേഹം പറയുന്നു. പക്ഷെ അവർ ചെന്നപ്പോഴേക്കും ജനറൽ പെയ്ക്ക് ഒരു അമ്പൊക്കെ ഏറ്റു കഴിഞ്ഞിരുന്നു. അവർ വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. 3 ശത്രുക്കൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് പിടികൂടണം. അവർ ശത്രുക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം നൽകാൻ അനുവദിക്കരുത്. അങ്ങനെ ആയാൽ നമ്മുടെ പ്ലാൻ മുഴുവൻ തകരും എന്നൊക്കെ ജനറൽ പെയ് ആ അവസ്ഥയിലും അവരോട് പറയുന്നു. ആ 3 പേരെ പിടികൂടാൻ അവൾക്ക് പറ്റുമോ എന്ന് തവോ ഷാങ്യുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാർക്കിസിൻ്റെ പ്ലാൻ മുഴുവൻ തകരും. മാർക്കിസ് പരാജയപ്പെട്ടാൽ ഈ പ്രദേശം നമുക്ക് നഷ്ടമാവും. ഇവിടെ മുഴുവൻ ആകെ പ്രശ്നത്തിലാവും എന്നൊക്കെ അദ്ദേഹം അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഷാങ്യുവിന് കാര്യം മനസ്സിലാവുന്നു. ഇവിടെ നിന്ന് 3 പന്നികൾ രക്ഷപ്പെട്ടു. അവരെ ഞാൻ തിരികെ പിടിച്ചുകൊണ്ടുവരണം. അതല്ലേ കാര്യം എന്ന് പറഞ്ഞ് അവളുടെ ആ 4 അനുയായികളെയും കൂട്ടി അവരെ പിടികൂടാനായി പുറപ്പെടുന്നു. പുറത്തെ കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇവർ സംശയിച്ച് നിൽക്കുന്നുണ്ട്. ഏത് വഴിക്കായിരിക്കും ശത്രുക്കൾ പോയിട്ടുണ്ടാവുക എന്ന് ഷാങ്യുവിനൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് മാൻവു മണം പിടിച്ചിട്ട് ഏത് വഴിക്കായിരിക്കും അവർ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവളെ ആ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയത്. മാൻവുവിൻ്റെ വീട്ടുകാർ പരമ്പരാഗതമായിട്ട് വേട്ടക്കാരായിരുന്നു. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് ബാവോ ഈ സമയം അവളോട് പറയുന്നു. അങ്ങനെ അവർ മാൻവു പറഞ്ഞ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഇവർക്ക് ആ രക്ഷപ്പെട്ടു പോകുന്ന 3 ശത്രുക്കളെ കണ്ടെത്താൻ സാധിക്കുന്നു. അതിൽ ഒരാൾ താൻ ആദ്യം ഇവിടെ എത്തിയ സമയത്ത് തന്നെ കബളിപ്പിച്ച ആളാണ് എന്ന് ഷാങ്യുവിന് മനസ്സിലാവുന്നു. അവൻ കാരണമാണല്ലോ അവൾ കരിങ്കൽ ക്വാറിയിൽ എത്തിപ്പെട്ടത്. അവരറിയാതെ ഇവർ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ എത്രയും പെട്ടെന്ന് സുയാൻ സിംഗിനെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയർ വർക്ക് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിൽ ഒരാൾ അതിനെ തടയുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞ് മൂടപ്പെട്ടിരിക്കുന്ന ഏരിയയാണ്. ഇവിടെ വെച്ച് തെളിച്ചാൽ ചിലപ്പോൾ ക്യാമ്പിൽ ഇത് കാണണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് 3 വഴിക്കായിട്ട് ഈ മലയുടെ മുകളിലേക്ക് പോകാം. ആരാണോ ആദ്യം മുകളിലെത്തുന്നത് അവർ അവിടെ നിന്നുകൊണ്ട് ഇത് കത്തിച്ച് സിഗ്നൽ നൽകണമെന്ന് അയാൾ പറയുന്നു. ബാക്കി 3 പേരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 വഴിക്കായി പോകുന്നു. ഷാങ്യു അതിൽ ഒരാളുടെ പുറകെ പോകാമെന്ന് പറയുന്നു. ബാക്കി 2 പേരെയും ഫോളോ ചെയ്യാൻ അവൾ പറയുന്നു. അങ്ങനെ അവർ 3 വഴിക്കായി അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും നേരം വെളുത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ ക്വാറിയിൽ ബാക്കിയായിട്ടുള്ളത് തവോയും പിന്നെ കുറച്ച് പെണ്ണുങ്ങളും മാത്രമാണ്. സുയാൻ സിംഗ് ഈ സമയം യുദ്ധത്തിന് തയ്യാറായി അവൻ്റെ സൈനികരെയും കൊണ്ട് ഞാൻ സിംഗിൻ്റെ സൈന്യത്തിന് മുന്നിലെത്തിയിരിക്കുന്നു. ഷാങ്യുവും സുയാൻ സിംഗിൻ്റെ കുതിരപ്പുറത്ത് തന്നെ ഉണ്ട്. നിന്റെ അച്ഛൻ നിന്നെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കട്ടെ. അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തിരികെ എൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാം. എൻ്റെ അനന്തരവന് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവൻ ഈ സമയത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും യാൻ ഷെങ് അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ വന്നവിടെ അറ്റാക്ക് ചെയ്യാനായി സുയാൻ സിംഗ് ഓർഡർ നൽകുന്നു. അങ്ങനെ 2 സൈന്യവും തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. യാൻ ഷെങ് സുയാൻ സിംഗിൻ്റെ അടുത്തുകൂടി ഒന്ന് പാസ് ചെയ്ത് മറുവശത്തെത്തുന്നു. സുയാൻ സിംഗിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായത് അവൻ അറിയുന്നത് പോലുമില്ല. യാൻ ഷെങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധത്തിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടപ്പോഴാണ് തൻ്റെ കയ്യിലെ മുറിവ് അവൻ ശ്രദ്ധിക്കുന്നത്. ഈ യുദ്ധഭൂമിയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്ന നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യാൻ ഷെങ് അവനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴേക്കും ഷാങ്ങിങ് അവനെ ബ്രദറിൻലോ എന്ന് വിളിച്ച് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇത് അവളുടെ ബ്രദറിൻലോ ആണ് എന്ന് സുയാൻ സിംഗിന് മനസ്സിലാവുന്നത്. എൻ്റെ ബ്രദറിൻലോ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ഷാങ്ങിങ് അപ്പോൾ പറയുകയും ചെയ്യുന്നു. അവൻ അവളുടെ മാവെത്തിയപ്പോൾ അവൻ്റെ കയ്യിൽ കടിക്കുന്നുമുണ്ട്. അടങ്ങിയിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് സുയാൻ സിംഗ് അവളെ കയ്യിലേക്ക് എടുത്ത് കൊല്ലാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും നേരം യാൻ ഷിങ്ങിൻ്റെ മകളാണ് എന്ന് കരുതിയാണ് അവൻ ഇവളെ ജീവനോടെ വെച്ചിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവളെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സുയാൻ സിംഗ് അവളെ കൊല്ലാനായി മുകളിലേക്ക് പൊക്കി എറിയുന്നു. താഴേക്ക് വരുമ്പോൾ കുന്തത്തിൽ കോർക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും യാൻ ഷിങ് ഇടപെട്ട് ഷാങ്ങിങ്ങിനെ രക്ഷപ്പെടുത്തി അവൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഷിയഷിയെ കൊണ്ട് അവളെ പിടിപ്പിക്കുന്നു. ഷാങ്ങിങ്ങിനെ എത്രയും പെട്ടെന്ന് സുന്നിൻ്റെ അടുത്ത് എത്തിക്കാനും അവൻ ഷിയഷിക്ക് ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ ഷിയഷി ഷാങ്ങിങ്ങുമായിട്ട് അവിടെ നിന്ന് പോകുന്നു.
ഈ സമയത്ത് യാൻഷിങ്ങിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കാൻ സുയാൻഷിങ്ങിന് കഴിഞ്ഞിരുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടി നേർക്കുനേരെ ഫൈറ്റ് ആവുന്നു. അധികം വൈകാതെ യാൻഷിങ് സുയാൻഷിങ്ങിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഷീ കുറച്ച് മുകളിലായി ഒരിടത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സുയാൻഷിങ്ങിനെ പിടികൂടി യാൻഷിങ്ങൊക്കെ കൊണ്ടുപോകുന്ന വിവരം ഒരാൾ വന്ന് അവൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനത് കേട്ടിട്ട് പ്രത്യേകിച്ച് കുലുക്കൊന്നുമില്ല. സുയാൻഷിങ്ങിനൊപ്പം 10,000 സൈനികരുണ്ട്, അവരെയും നഷ്ടപ്പെടുമല്ലോ എന്ന് സാഹു പറഞ്ഞെങ്കിലും അവരൊക്കെ അവനോട് മാത്രം കൂറുള്ളവരാണ്. അവർ മരിച്ചാലും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നാണ് ഷീ പറയുന്നത്. പിന്നെ അവനെ രക്ഷിക്കാനായിട്ട് അവൻ്റെ അച്ഛൻ്റെ വേറൊരു ജനറലൊക്കെ ഉടനെ തന്നെ എത്തും. അതുകൊണ്ട് അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ യാൻഷിങ് ഇങ്ങനെ 1000 സൈനികരെയും കൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ 1000 പേരെ വെച്ചിട്ട് അവൻ എങ്ങനെ സുയാൻഷിങ്ങിൻ്റെ ഈ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്താനാണ് എന്നൊക്കെ ഷീ ഈ സമയത്തും ചിന്തിക്കുന്നുണ്ട്. സുയാൻഷിങ്ങിനെ പിടികൂടിയ ശേഷം യാൻഷിങ്ങിൻ്റെ സൈന്യം അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. സുയാൻഷിങ്ങിൻ്റെ സൈന്യം അവനെ രക്ഷപ്പെടുത്താനായി ഇവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഒരു ഇടുങ്ങിയ വഴി ലക്ഷ്യമാക്കിയാണ് യാൻഷിങ്ങിൻ്റെ സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി കുറച്ച് പേർക്ക് മാത്രമേ ഒരേ സമയത്ത് പോകാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളവരോട് മലയ്ക്ക് മുകളിൽ കൂടി വരാൻ യാൻഷിങ് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ കുറേ പേർ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഷാങ്യുവൊക്കെ ഫോളോ ചെയ്തിരുന്നവരിൽ ഒരാൾ ഈ സമയത്ത് മലമുകളിലെത്തി സിഗ്നൽ നൽകാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഷാങ്യു അയാളെ പിടികൂടുന്നു. ആദ്യം അവളെ കബളിപ്പിച്ച ആൾ തന്നെ ആയിരുന്നല്ലോ അവൾ ഫോളോ ചെയ്തത്. അന്നത്തെ പോലെ ഇപ്പോഴും അയാൾ ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. ഞാനൊരു സാധാരണ സോൾജിയറാണ്, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, എന്നെ കൊല്ലരുത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ ഒരു മർമ്മസ്ഥാനത്തായിരുന്നു സുയാൻഷിങ് മുറിവേൽപ്പിച്ചത്. ആ മുറിവുണ്ടായിട്ടും അവനത് കാര്യമാക്കാതെ ഇത്ര ദൂരം തന്നെയും കൊണ്ട് പോകുന്നത് സുയാൻഷിങ്ങിനെ കുറിച്ച് ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അവൻ അതിനെ യാൻഷിങ്ങിനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. അതിന് നിന്റെ ആയുധം കൊണ്ട് എനിക്ക് മുറിഞ്ഞിട്ട് വേണ്ടേ, അതെന്താ മെഴുകുകൊണ്ടുണ്ടാക്കിയതാണോ, ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ആയുധം ഉപയോഗിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് അവനെ കളയാക്കുന്നുണ്ട്. നീ എന്നെയും കൊണ്ട് എവിടെ വരെ രക്ഷപ്പെട്ടു പോയാലും എൻ്റെ സൈന്യം നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അവർ 20,000 പേരോളമുണ്ട്. അവർ ഉറപ്പായും നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ സുയാൻഷിങ് അഹങ്കാരത്തോടെ പറയുന്നു. യാൻഷിങ് ചിരിച്ചുകൊണ്ട് നിനക്ക് നീന്താൻ അറിയാമോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ആൾക്കാർ ആ ഡാം പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആ വെള്ളമെല്ലാം കൂടി അതിശക്തമായി പുറത്തേക്ക് ഒഴുകുന്നു. അതായിരുന്നു യാൻഷിങ്ങിൻ്റെ പ്ലാൻ എന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഷീക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്.